എനിക്ക് വെറുക്കാൻ തുടങ്ങി ഈ സ്ഥലം. ലൈക്ക് അതാണ് ഞാൻ എപ്പോഴും ഞാൻ പറയാം, ആർട്ട് എനിക്ക് ഇഷ്ടമായി. ഈ ആർട്ട് നിലനിൽക്കുന്ന ഈ സ്ഥലം എനിക്ക് ഇഷ്ടമല്ല. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം നിങ്ങൾ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ട്രോള് ഇന്നലെ മൊത്തം ലാലേട്ടൻ്റെ ട്രോളായിരുന്നു. ലാലേട്ടൻ പിന്നെ മീര ജാസ്മിൻ അതിൻ്റെയൊക്കെ ട്രോളും കാര്യങ്ങളും ആയിരുന്നു മൊത്തം. പിന്നെ റീടേക്ക് അറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിനകത്ത് എന്താ പറയണ്ടേ, ഒരു സീനൊക്കെ 17 വട്ടമൊക്കെ, ചില കിസ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ, 17, 18, 19 ഒക്കെ വട്ടം അങ്ങ് റീടേക്ക് ഒക്കെ എടുക്കും. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ വീഡിയോ വെച്ചിട്ടാണ്, നമ്മുടെ നടി മീര ജാസ്മിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ട്രോളുകൾ മൊത്തം. അതിൻ്റെ അവസാനം കൊണ്ടുവന്നിട്ട് മീര ജാസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മൊത്തം കണ്ടു തീരുമ്പോൾ ലാലേട്ടനെ നമ്മൾ അള്ളിയൻ കോഴിയോ ഇതിൻ്റെ അപ്പുറത്തെ പേര് വേണമെങ്കിലും നമുക്കിടാം. ആ രീതിയിലാണ് ഇപ്പം എല്ലാം കുത്തിയിരുന്ന് 5-6 ലക്ഷം വ്യൂ ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ തുടക്കമെന്ന് തുടങ്ങി ഏറ്റവും അവസാനം മീര ജാസ്മിൻ സംസാരിക്കുന്ന കാര്യം വരെ ഉണ്ട്. അതുവരെ നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവും. എന്തായാലും നമുക്ക് ആദ്യം തുടങ്ങാം. ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. അത്രയ്ക്ക് വലിയൊരു ഗതികേടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്താ? ആലിംഗന സീന് 17 റീടേക്ക്. ഏതവനാണ് ഈ ആലിംഗനം കെട്ടിപ്പിടിക്കാൻ 17 റീടേക്ക് എടുത്തത്? ഓക്കെ, അപ്പം ആരാണ് ആ മഹാൻ? അപ്പം എല്ലാവർക്കും കാണണ്ടേ? ഒരു 27 സെക്കൻഡിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ വെച്ച് തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മഹാൻ ആരാന്ന്. ഓക്കെ, നമ്മളിപ്പോൾ മഹാൻ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ കേട്ടോ. കാര്യങ്ങൾ ഏറ്റവും അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആവും. ആ ട്രോളിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തായാലും നമുക്ക് ആ വ്യക്തിയെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇപ്പം ട്രോളില നമ്മുടെ ലാലേട്ടനാണ്. ഓക്കെ, ആ 17 ഇങ്ങനെ 17, 18, 19 ഒക്കെ റീടേക്ക് എടുക്കുന്ന മനുഷ്യൻ ആരാന്ന് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കുത്തിപ്പോക്കുന്നത്. ഇത് പൊക്കി കഴിയുമ്പോൾ പിന്നെ എന്തായാലും പഴയ ഇൻ്റർവ്യൂ എല്ലാം തപ്പിപ്പോവല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ രീതികൾ. നമ്മൾ അങ്ങനെയൊക്കെ പോവാറുണ്ട്. അപ്പം അതേന്ന് മെയിൻ വെക്കേണ്ട പോയിന്റ് വെക്കാതെ ആരോ കാര്യം പറയുന്ന കാര്യം എടുത്ത് വെച്ച് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. എനിക്ക് വെറുക്കാൻ തുടങ്ങി ഈ സ്ഥലം. ലൈക്ക് അതാണ് ഞാൻ എപ്പോഴും ഞാൻ പറയാം, ആർട്ട് എനിക്ക് ഇഷ്ടമായി. ഈ ആർട്ട് നിലനിൽക്കുന്ന ഈ സ്ഥലം എനിക്ക് ഇഷ്ടമല്ല. ഒരു കലാകാരിയെ പുകയ്ക്കാൻ പറ്റുന്ന ഒരു സെന്റർ കൂടിയാണ് സിനിമ. എത്രയോ ആൾക്കാരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പുകച്ചു കളയും. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ. ഐ ലൈക്ക് ആർട്ട്, ഐ ലവ് ആർട്ട് ആൻഡ് ദാറ്റ് ഈസ് മൈ ലൈഫ്, ദാറ്റ് ഈസ് മൈ എവറിഥിങ്. ബട്ട് അത് നിലനിൽക്കുന്ന ഈ ഇടമുണ്ടല്ലോ, ഐ എം റിയലി നോട്ട് കംഫർട്ടബിൾ. മീര ജാസ്മിൻ വേറെ എന്തോ കാര്യമാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ഇന്റർവ്യൂ മൊത്തം ഒരു 40-45 മിനിറ്റും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിൽ ലാലേട്ടൻ്റെ കുറച്ച് പോർഷൻസ് ഇരുന്ന് കാണുകയൊക്കെ ചെയ്ത് അതിൻ്റെ കൂടുതൽ ചെകയാനൊന്നും ഞാൻ ഈ ഒരു വിഷയത്തിൽ പോയിട്ടില്ലായിരുന്നു സത്യത്തിൽ. ഇവരൊരു വേറൊരു കാര്യമാണ് സംസാരിച്ചത് സത്യത്തിൽ. ചിലപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള കാര്യമായിരിക്കാം. പിന്നെ ഈ കേരളത്തിൽ തന്നെ അവർക്ക് വർക്ക് ചിലപ്പം ഈ മലയാളം ഇൻഡസ്ട്രി അവർക്ക് താല്പര്യമില്ലായിരിക്കും. അതിനേക്കാളും നല്ല തമിഴാവാന്ന് തോന്നിക്കാണും. അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ. പക്ഷേ ഇവിടെ ആൾക്കാർ അത് വേറെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ റിപ്പോർട്ടിൽ വന്ന 17, 18, 19 ടേക്കില മഹാൻ നടൻ നമ്മുടെ ലാലേട്ടനാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ലാലേട്ടനെ കുറിച്ച് അതേ ഇന്റർവ്യൂ തന്നെ മീര ജാസ്മിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അതാണ് പ്രത്യേകത. ലാലുവായിട്ടുള്ള അഭിനയം, ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹിക്കുന്ന നടന്മാരുമായിട്ടുള്ള ഒരു ആ പറഞ്ഞ കോമ്പിനേഷനുകളൊക്കെ മേരിയെ എങ്ങനെയാണ് ഒരു കലാകാരി എന്നതിൽ മാറ്റിമറിച്ചത്? ലാലേട്ടനുമായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ബ്ലെസ്സിങ് ആണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പം ഇറ്റ്സ് ലൈക്ക് ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ മീ. ലൈക്ക് യുനോ എന്തൊക്കെ ചെയ്യും ഓട്ടോമാറ്റിക്കലി അറിയാതെ ചെയ്തു പോകും. ലൈക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ ഇനിയും ലാലേട്ടൻ്റെ കൂടെ ചെയ്യണമെന്നുണ്ട്. ലാൽ എനിക്ക് തോന്നുന്നു ഓരോ സിനിമയിലും പുതുതായിട്ട് തന്നെയാണ്, അല്ലെ ഫ്രഷ് ആയിട്ട് തന്നെ കാണുന്നത്. അതായത് പഴയ ബാഗേജസ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല. എല്ലാത്തിനെയും ഒരു എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ്
കാണുന്നത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടിട്ട്? മീര ജാസ്മിൻ ആ ഇന്റർവ്യൂവിൽ ലാലേട്ടനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിങ്ങനെ വളച്ചൊടിച്ചൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ട്രോളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ 1, 2, 3 മിനിറ്റിൽ ഒരു ട്രോൾ ഒതുക്കി കഴിയുമ്പോൾ അത് ഒന്ന് ആലോചിച്ച്, ചിലപ്പോൾ ഒരാളുടെ ജീവിതം തന്നെ ഇത് മാറി മറിയാം. ചിലപ്പോൾ അയാളെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു 10 ആൾക്കാരെങ്കിലും വെറുത്ത് പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഓരോ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാറൊക്കെ ഉണ്ട്. ചില കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്തിലെ ബിഗ് ബോസ് റിലേറ്റഡ്. അത് കുറേയൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഒരുപാട് ഈ ഒരു മനുഷ്യനെ ഒരുമാതിരി താഴ്ത്തി കെട്ടുന്ന രീതിയിലാക്കുന്ന അതൊക്കെ അത്ര നല്ല കാര്യമാണോ? ഇന്നലെ ഇക്ക എയർല എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പം എന്താ പറയണ്ട, ലാലേട്ടനെ കൂടെ അങ്ങ് ഏറ്റിക്കളയാന്നുള്ള രീതിയിലാണോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? അതത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. പിന്നെ മമ്മൂക്ക പോലെ ഒരാളെ ഈ അടുത്ത സമയത്ത് എല്ലാവരും മീൻസ് ഈ 2-3 ദിവസം കൊണ്ട് എല്ലാവരും നെഗറ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഊർമിള പഴയ നടി വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടാണ് ഇത് ഇത്രയും ഇതായി തുടങ്ങിയത്, ട്രോളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ഒരു ട്രോള് ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി തൊട്ട് കാണുന്ന ഒരു ട്രോളാണ് ഞാനിത്. അത് ലാലേട്ടനെ എന്താ പറയണ്ടേ, വെറുതെ ഇതാക്കാൻ വേണ്ടി മാത്രം. എന്തായാലും മീര ജാസ്മിൻ പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. വളരെ ആർഡൻ്റായിട്ട് ലാലേട്ടൻ എല്ലാ മൂവിലും ഭയങ്കര ഇൻട്രസ്റ്റാണ്. ലൈക്ക് ഇത്രയും സിനിമകൾ ചെയ്ത് ആളാന്ന് പറയത്തില്ല. ആദ്യം ഒരു 2ാമത്തെ 3ാമത്തെ സിനിമ ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ് ലാലേട്ടനുള്ളത്. ഹീസ് എ ഗ്രേറ്റ് ആക്ടർ. എനിക്ക് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് ലോകത്തിൽ തന്നെ ടോപ്പ് 5 ആക്ടേഴ്സിൽ ഒരാളാണ്. നമ്മളെപ്പോഴും ഹോളിവുഡ് ആക്ടേഴ്സ് എന്ന് പറയും. ഹി ഈസ് 1 in top 5. ടോപ്പ് 5 എന്ന് പറയുമ്പോൾ എനിക്ക് നാണക്കേട്, അങ്ങനെ പറയാൻ പാടില്ല ഒരു ആക്ടറിൻ്റെ ഒരു കാലിബറിനെ. പക്ഷേ ഹി ഈസ് അങ്ങനെ അത്ര. നമ്മളെപ്പോഴും വലിയ ആക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെ പേര് പറയും. ആക്ച്വലി നമ്മൾ മോഹൻലാൽ അവരൊപ്പം നിൽക്കുന്ന മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഒരു റിയലിസ്റ്റിക് മൂവി ആംബിയൻസ് നിലയിൽ ലോക സിനിമയോടൊപ്പം വേണം നിൽക്കാൻ. എനിക്ക് പലതവണ വിഷമം വരുന്ന ഒരു കാര്യമാണ് ഈ ബോളിവുഡ് സിനിമനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് പറയാം. ഓഫ് കോഴ്സ് ഐ റെസ്പെക്ട് എവ്രി വൺ. ഐ റെസ്പെക്ട് അമിതാഭ് ബച്ചനെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് മോഹൻലാൽ കഴിഞ്ഞുള്ള ആരും. കണ്ടല്ലോ, മീര ജാസ്മിൻ പറഞ്ഞത് വ്യക്തമായിട്ട് തന്നെ നമ്മളിതിൽ കൂടെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ വിട്ടുകളാ. പിന്നെ ബോളിവുഡ് വിട്. ഇപ്പം നമ്മുടെ അതായത് നോർത്ത് ഇന്ത്യൻസുകാർ കൂടുതലും കാണുന്നത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻസ് മൂവീസാണ്. കാരണം അവരുടെ മാർക്കറ്റ് ഇടിഞ്ഞു, സത്യം പറഞ്ഞില്ല. കാരണം അവരുടെ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു എന്തായിരുന്നു ആ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ബ്രഹ്മാസ്ത്ര, ആ പടമാണ് ഒന്ന് ഇച്ചിരിയും കൂടെ കുറച്ച് പൈസ കളക്ട് ചെയ്ത് വന്നു ഈ അടുത്ത സമയത്ത്. പിന്നെ പത്താനും ഈ ഷാറൂഖ് ഖാൻ്റെ വേറെ 2 മൂവീസും ജവാനും ഒക്കെയാണ് അത്യാവശ്യം കളക്ഷൻസ് കിട്ടിയത്. ഇപ്പം സ്ത്രീ 2 ഇപ്പം അതിനേക്കാളും കൂടുതലും മലയാള ഇൻഡസ്ട്രിയും കന്നഡയൊക്കെ മൂലയ്ക്ക് കിടന്നൊരു സംഭവം എന്നറിയോ. ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ഇതായിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. ഒരു സമയത്ത് നമ്മുടെ വില ഇപ്പം തന്നെ ആടി ജീവിതമാണെങ്കിൽ പോലും പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഹിറ്റായിട്ടുണ്ട്. മീരയ്ക്ക് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുന്നൊക്കെയാണ് അവർ ആ ഇൻ്റർവ്യൂ പറഞ്ഞത്. ഇത് ഇത്രയും വളച്ചൊടിച്ചു എനിക്ക് തോന്നുന്നു 8-9 ലക്ഷമൊക്കെയാണ് ഒരു ട്രോള് ആൾക്കാർ കണ്ടത്. അപ്പോൾ ഇതെല്ലാം ലാലേട്ടനെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ആ ഒരു പോയിന്റിൽ അത് ലാലേട്ടന് ഇതായിട്ടാണ് വരുന്നത്, ലാലേട്ടനും പെട്ടു അങ്ങനെയാണെന്നൊക്കെ. അപ്പം നമുക്കിത് കണ്ടപ്പം ഇത് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ മാറിയാൽ അത്രയും നല്ലത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക കേട്ടോ. മെയിനായിട്ട് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. പുതിയതായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.